സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണുള്ളത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, മാക്കാച്ചിക്കാട അല്ലെങ്കിൽ തവള വായൻ കിളിക്ക് പ്രസിദ്ധമായ കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? മാക്കാച്ചിക്കാട അല്ലെങ്കിൽ തവള വായൻ കിളിക്ക് പ്രസിദ്ധമായ കേരളത്തിലെ പക്ഷി സങ്കേതം തട്ടേക്കാടാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. തട്ടേക്കാട് പക്ഷി സങ്കേതം. 2019 ഉരുൾപൊട്ടലുണ്ടായ പുത്തുമല ഏത് ജില്ലയിലാണ്? 2019 ഉരുൾപൊട്ടലുണ്ടായ പുത്തുമല സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ല. ലാവാ പ്രവാഹത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണിനമേത്? ലാവാ പ്രവാഹത്തിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന മണ്ണിനം ഏതാണ്? കറുത്ത മണ്ണാണ്. കറുത്ത മണ്ണ്. താപത്തിന്റെ അളവ് നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം. താപത്തിന്റെ അളവ് നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം കലോറിമീറ്റർ ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കലോറിമീറ്റർ. സോഡാ ജലത്തിന്റെ നിർമ്മാണത്തിന് ഫാക്ടറികളിൽ ഉപയോഗിക്കുന്നത്. സോഡാ ജലത്തിന്റെ നിർമ്മാണത്തിന് ഫാക്ടറികളിൽ ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ്. ദി ഇന്ത്യൻ സ്ട്രഗിൾ ആരുടെ ആത്മകഥയാണ്? ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്നത് ആരുടെ ആത്മകഥയുടെ പേരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ദി ഇന്ത്യൻ സ്ട്രഗിൾ എന്നത് ആരുടെ ആത്മകഥയാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഏത് നാട്ടുരാജ്യത്തെ ഇന്ത്യയുടെ ഭാഗമാക്കാൻ നടത്തിയ സൈനിക നീക്കമായിരുന്നു ഓപ്പറേഷൻ പോളോ എന്നത്? ഓപ്പറേഷൻ പോളോ എന്നത് ഏത് നാട്ടുരാജ്യത്തെ ഇന്ത്യയുടെ ഭാഗമാക്കാൻ നടത്തിയ സൈനിക നീക്കമായിരുന്നു? ഹൈദരാബാദ് ആണ്. ഹൈദരാബാദ്. പശ്ചിമഘട്ടം എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്നു? പശ്ചിമഘട്ടം എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്നു? 6 സംസ്ഥാനങ്ങളിലൂടെയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 6. ഏതിന്റെ അയിരാണ് ഗലീന? ഗലീന എന്നത് ഏതിന്റെ അയിരാണ്? കറുത്തീയമാണ്. കറുത്തീയത്തിന്റെ അയിരാണ് ഗലീന. മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം. മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം 1920 ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1920. ഭാരതത്തിന്റെ റിപ്പബ്ലിക് ദിനമായ ജനുവരി 26 നിലവിൽ വന്ന കേരളത്തിലെ ജില്ല ഏത്? ഭാരതത്തിന്റെ റിപ്പബ്ലിക് ദിനമായ ജനുവരി 26 നിലവിൽ വന്ന കേരളത്തിലെ ജില്ല ഇടുക്കി ജില്ലയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇടുക്കി. വായ്പുണ്ണിന് കാരണമാകുന്നത് ഏത് വിറ്റാമിന്റെ കുറവാണ്? വായ്പുണ്ണിന് കാരണമാകുന്നത് ഏത് വിറ്റാമിന്റെ കുറവാണ്? വിറ്റാമിൻ ബി ആണ്. വിറ്റാമിൻ ബി. ജവഹർലാൽ നെഹ്റു അന്തരിച്ച വർഷം ഏത്? ജവഹർലാൽ നെഹ്റു അന്തരിച്ച വർഷം 1964 ആണ്. ജവഹർലാൽ നെഹ്റു അന്തരിച്ച വർഷം ഏതാണ്? 1964. ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ മാതൃകയിൽ ആരംഭിച്ച മലയാള ദിനപത്രം ഏത്? ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ മാതൃകയിൽ ആരംഭിച്ച മലയാള ദിനപത്രം മാതൃഭൂമിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മാതൃഭൂമി. കരപ്പുറം എന്ന് മുൻപ് അറിയപ്പെട്ടിരുന്ന സ്ഥലം. കരപ്പുറം എന്ന് മുൻപ് അറിയപ്പെട്ടിരുന്ന സ്ഥലം ചേർത്തലയാണ്. ചേർത്തലയാണ് കരപ്പുറം എന്ന് അറിയപ്പെട്ടിരുന്നത്. അടുത്ത ചോദ്യം, നേത്രാവതി നദിയുടെ തീരത്തുള്ള പട്ടണം. നേത്രാവതി നദിയുടെ തീരത്തുള്ള പട്ടണം മംഗലാപുരമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. മംഗലാപുരം. നേത്രാവതി നദിയുടെ തീരത്തുള്ള പട്ടണമാണ് മംഗലാപുരം. 1915 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം. 1915 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം
കല്ലുമാല സമരമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, കല്ലുമാല സമരം. കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിനും സംരക്ഷണം നൽകുന്നതിനും നേതൃത്വം കൊടുത്ത വ്യക്തി. കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിനും സംരക്ഷണം നൽകുന്നതിനും നേതൃത്വം കൊടുത്ത വ്യക്തി കല്ലേൽ പൊക്കുടനാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, കല്ലേൽ പൊക്കുടൻ. പൂർണ്ണമായും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം. പൂർണ്ണമായും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പുസ്തകം സംക്ഷേപ വേദാർത്ഥമാണ്. സംക്ഷേപ വേദാർത്ഥമാണ് പൂർണ്ണമായും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. സ്വർണ്ണ ജയന്തി സ്വരോസ്കർ യോജനയുടെ പുതിയ രൂപം. സ്വർണ്ണ ജയന്തി സ്വരോസ്കർ യോജനയുടെ പുതിയ രൂപം നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ NRLM. പരിസ്ഥിതി സൗഹാർദ്ദപരമായ വാഹനങ്ങളുടെ നിർമ്മാണവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് 2015 ഏപ്രിൽ 1 കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പരിപാടി. പരിസ്ഥിതി സൗഹാർദ്ദപരമായ വാഹനങ്ങളുടെ നിർമ്മാണവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് 2015 ഏപ്രിൽ 1 കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പരിപാടിയാണ് ഫെയിം ഇന്ത്യ. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഫെയിം ഇന്ത്യ. ഏത് ജില്ലയിലെ തനതായ കലാരൂപമാണ് പൊറാട്ട് നാടകം? ഏത് ജില്ലയിലെ തനതായ കലാരൂപമാണ് പൊറാട്ട് നാടകം? പാലക്കാട് ജില്ലയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പാലക്കാട്. മക്സസെ അവാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ. മക്സസെ അവാർഡ് ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ആചാര്യ വിനോബ ഭവെയാണ്. ആചാര്യ വിനോബ ഭവെ. ചൂടാകുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം. ചൂടാകുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം. ജീവകം സി ആണ്. ചൂടാകുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം ജീവകം സി. ഖാസി ഗാരോ കുന്നുകൾ ഏത് സംസ്ഥാനത്താണ്? ഖാസി ഗാരോ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മേഘാലയയാണ്. മേഘാലയ. ഖാസി ഗാരോ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മേഘാലയ. സിംല കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? സിംല കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി. താഴെ പറയുന്നവയിൽ പീഠഭൂമി അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ പീഠഭൂമി അല്ലാത്തത് തന്നിരിക്കുന്നത് ഡെക്കാൻ, മാൾവ, ചോട്ടാ നാഗ്പൂർ, കൊങ്കൺ എന്നിവയാണ്. ഇതിൽ പീഠഭൂമി അല്ലാത്തത് കൊങ്കൺ. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസി ഏതാണ്? ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസിയാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. 1904 SNDPയുടെ ആദ്യ വാർഷിക യോഗം നടന്നത് എവിടെയാണ്? 1904 SNDPയുടെ ആദ്യത്തെ വാർഷിക യോഗം നടന്നത് അരുവിപ്പുറത്താണ്. അരുവിപ്പുറം. ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും നിലവിൽ വന്നത് ഏത് സമ്മേളന തീരുമാന പ്രകാരമാണ്? ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും നിലവിൽ വന്നത് ഏത് സമ്മേളന തീരുമാനം പ്രകാരമാണ്? ബ്രെട്ടൻ വുഡ്സ് ആണ്. ബ്രെട്ടൻ വുഡ്സ്. നാഥുല ചുരം ഏതൊക്കെ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? നാഥുല ചുരം ഏതൊക്കെ പ്രദേശങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിലാണ് നാഥുല ചുരം ബന്ധിപ്പിക്കുന്നത്. സിക്കിം, ടിബറ്റ്. ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? അമരാവതിയാണ്. അമരാവതി സമ്മേളനത്തിൽ വെച്ചാണ്. 1907 സെപ്റ്റംബറിൽ ലൈൽപൂർ ജില്ലയിലെ ബംഗ, അതായത് ഇപ്പോൾ അത് പാകിസ്ഥാനിലാണ്, എന്ന സ്ഥലത്ത് ജനിച്ച ഇന്ത്യൻ ദേശീയ വിപ്ലവകാരി ആരാണ്? 1907 സെപ്റ്റംബറിൽ ലൈൽപൂർ ജില്ലയിലെ ബംഗയിൽ ജനിച്ച
ഇന്ത്യൻ ദേശീയ വിപ്ലവകാരി? ഭഗത് സിംഗ് ആണ്, ഭഗത് സിംഗ്. കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്ന വർഷം? കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്നത് 2012 നവംബർ 1-നാണ്. 2012 നവംബർ 1-നാണ് കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്നത്. തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ദേശീയ മൃഗം ഏതാണ്? തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ദേശീയ മൃഗം വരയാടാണ്, വരയാട്. ഇന്ത്യൻ ആസൂത്രണവുമായിട്ട് ബന്ധപ്പെട്ട ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയതാരാണ്? ഇന്ത്യൻ ആസൂത്രണവുമായിട്ട് ബന്ധപ്പെട്ട ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയത് MN റോയ് ആണ്, MN റോയ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരാണ്, കണ്ണൂർ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ആദ്യ സെക്രട്ടറി ആര്? SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി ആര്? കുമാരനാശാനാണ്, കുമാരനാശാൻ. കേരളത്തിൽ ആദ്യമായി തീവണ്ടി ഓടിയത് താഴെ പറയുന്നവയിൽ ഏത് റൂട്ടിലാണ്? കേരളത്തിൽ ആദ്യമായിട്ട് തീവണ്ടി ഓടിയത് താഴെ പറയുന്നതിൽ ഏത് റൂട്ടിലാണ്? തിരൂർ ബേപ്പൂർ ആണ്, തിരൂർ ബേപ്പൂർ റൂട്ടിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് തീവണ്ടി ഓടിയത്. പമ്പാ നദി ഒഴുകിച്ചേരുന്നത് എവിടെയാണ്? പമ്പാ നദി വേമ്പനാട്ടുകായലിലാണ്. പമ്പാ നദി ഒഴുകിച്ചേരുന്നത് വേമ്പനാട്ടുകായൽ. കേരളത്തിലെ ദേശീയ ജലപാത താഴെ പറയുന്നവയിൽ ഏതാണ്? കേരളത്തിലെ ദേശീയ ജലപാത താഴെ പറയുന്നവയിൽ ഏതാണ്? കൊല്ലം കോട്ടപ്പുറമാണ്, കൊല്ലം കോട്ടപ്പുറം. താഴെ പറയുന്ന കായിക ഇനങ്ങളിൽ ഏതുമായി ബന്ധപ്പെട്ടയാളാണ് PR ശ്രീജേഷ്? താഴെ പറയുന്ന കായിക ഇനങ്ങളിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് PR ശ്രീജേഷ്? ഹോക്കിയാണ്, ഹോക്കി. ഓപ്ഷൻ ഡി ഹോക്കി. ഇന്ത്യയുടെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ഇന്ത്യയുടെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി സ്ഥാപിച്ചിട്ടുള്ളത് എവിടെയാണ്? ത്രിപുരയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ത്രിപുര. കേരളത്തിന്റെ വടക്ക് മുതൽ തെക്കേ അറ്റം വരെയുള്ള ജലപാത? കേരളത്തിന്റെ വടക്ക് മുതൽ തെക്കേ അറ്റം വരെയുള്ള ജലപാതയാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ, വെസ്റ്റ് കോസ്റ്റ് കനാൽ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായ വർഷം ഏത്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായിട്ടുള്ള വർഷം 1903 ആണ്. 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായത്. കുറുവ ദ്വീപ് ഏത് നദിയിലാണ്? കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? കബനിയാണ്, കബനി നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്, കബനി നദി. കടലിന്റെ ആഴമളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? കടലിന്റെ ആഴമളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് എക്കോ സൗണ്ടർ. കടലിന്റെ ആഴമളക്കുന്നതിനുള്ള ഉപകരണമാണ് എക്കോ സൗണ്ടർ. മുട്ടത്തോട് നിർമ്മിച്ചിരിക്കുന്ന രാസവസ്തു ഏത്? മുട്ടത്തോട് നിർമ്മിച്ചിരിക്കുന്ന രാസവസ്തു കാൽഷ്യം കാർബണേറ്റ് ആണ്, കാൽഷ്യം കാർബണേറ്റ്. അവസാനത്തെ ചോദ്യം, കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്ന വർഷം ഏത്? കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്ന വർഷം 1985 1985 കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്നത്. ഈ ഒരു മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.